ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ മാമൂസ്തക്കൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസങ്ങളൊക്കെ ആയില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എല്ലാവരും എന്നെ മറന്നോ? അപ്പോൾ കുറേ തിരക്കുകളൊക്കെ കൊണ്ടാണ്. അതുമാത്രമല്ല, ഇവിടെ നെറ്റ് പ്രോബ്ലം, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഇപ്പോൾ ശരിയായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മക്കൾക്കൊക്കെ സുഖമില്ലാതായി, വയ്യാതായി, എനിക്കും തീരെ വയ്യാണ്ടൊക്കെ ആയിട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനൊക്കെ മടിയായി. പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം മടി പിടിച്ചാൽ പിന്നെ അത് ഭയങ്കര ഒരു ഇടങ്ങാറായിട്ട് പിന്നെ വീഡിയോ ഇടാനേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണില്ല. മെയിനായിട്ട് നെറ്റില്ലാത്ത കാരണമാണ് കേട്ടോ. ഒരു വീഡിയോ ഒക്കെ അപ്ലോഡിങ്ങിലിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമുക്കൊക്കെ ഇവിടെ അപ്ലോഡ് ആയി കിട്ടുന്നത്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുടെ വീഡിയോ ശരിക്കും ഇരുന്ന് ആസ്വദിച്ച് കാണാനും പറ്റണില്ല കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണം. അത് കുറച്ച് ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിതാ പെരുന്നാളിനൊക്കെ വീട്ടിലൊക്കെ പോയി കുറച്ച് ദിവസം കൂടുതൽ വീട്ടിലൊക്കെ ഇപ്രാവശ്യം നിന്നു കേട്ടോ. ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ. പിന്നെ ഇതാ വീട്ടിൽ നിന്നൊക്കെ വന്നു. ആ സമയത്ത് ഇക്ക കണ്ണൂരിൽ ജോലിക്ക് പോയിരുന്നു കേട്ടോ. ഇവിടെ ടാപ്പിങ് നിർത്തിയപ്പോൾ അവർ കണ്ണൂരിൽ വർക്കിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ അവരില്ലാതെ നിൽക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ മക്കളെയും കൂട്ടി എൻ്റെ വീട്ടിൽ പോയതാണ്. ഇവിടെ പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സിലാണ് ഇരിക്കുന്നത്. ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്നിനും പേടിക്കാനൊന്നുമില്ല. എന്നാലും ഇപ്പോൾ കിട്ടുന്ന ഒരു അവധി ലീവൊക്കെ അല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം എൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നു. ഉമ്മാക്ക് കുറച്ച് വിറക് കൊണ്ടെടുത്ത് വെക്കലും സഹായിക്കലും അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതാ പിന്നെ ഒരു ദിവസത്തെ ഒരു 2-3 ദിവസം മുൻപുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മക്കൾക്ക് ഇതാ കുറച്ച് സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം വേറെ പ്രത്യേകിച്ച് ഇന്ന് പാചകത്തിൻ്റെ റെസിപ്പിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് സേമിയൊക്കെ ഉപ്മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ അടുക്കള ഭാഗം കേട്ടോ. ഇങ്ങോട്ട് പുറമാണ്. അപ്പോൾ ആ ജനൽ തുറന്നിട്ടിട്ടാണ് ഇതൊന്നും ഞാനിവിടെ നിൽക്കുക. ചൂട് കൂടുതലാണ് കേട്ടോ. അവിടെ നല്ല ചൂടാണ്. നമുക്ക് പുറകു വശത്ത് പിന്നെ അപ്പുറത്തുള്ളവരുടെ മരത്തിൻ്റെ തണലുള്ളത് കൊണ്ട് അധികം ചൂടൊന്നും അറിയില്ല. പുറകിൽ പോയിരുന്ന അപ്പം തിരുമ്പണ അലക്കുകല്ലിൻ്റെ അവിടെ പോയിരുന്ന നമുക്ക് കുറച്ച് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ അങ്ങനെ അടിഭാഗത്ത് സെൽഫുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ബക്കറ്റും സാധനങ്ങളൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോം ടൂറൊക്കെ പിന്നൊരു ദിവസം വിശദമായിട്ടൊക്കെ നല്ലപോലെ വീഡിയോ അതിൻ്റെ ഇടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും എടുക്കാനുള്ളൊരു മൂഡില്ല. കുട്ടികൾക്കൊന്നും വയ്യാത്തത് കൊണ്ട് പിന്നെ അതൊന്നും ഇപ്പോൾ എടുക്കണില്ല കേട്ടോ. അതൊക്കെ ഞാൻ മെല്ലെ ഇടാം. ഹോം ടൂറൊക്കെ മെല്ലെ ഇടാം. അപ്പോൾ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീടില്ലാത്തവർക്ക് 100 വീട് എന്ന് പറഞ്ഞത് പോലെയാണല്ലോ. അപ്പോൾ വാടക വീട് ഇങ്ങനെ മാറി മാറി പോണവർക്ക് ഓരോരോ വീട്ടിലും ഏത് വീട്ടിലിരിക്കണോ അത് അവരുടെ സ്വന്തം വീട് പോലെ. അതാണ് ഈ വീടില്ലാത്തവർക്ക് 100 വീട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ അവസ്ഥ. നമുക്കൊക്കെ 100 വീടാണ്. അപ്പോഴേക്ക് അയാൻകുട്ടിക്ക് ഇതാ സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവന്താ ഉപ്മാവൊക്കെ കഴിക്കുകയാണ്. കൂടെ തന്നെ ആദ്യം കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടും. അപ്പോൾ ഇവിടെ ഗ്യാസ് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. വിറകടുപ്പിലൊക്കെ നമ്മളെന്നും പാചകം ചെയ്ത് എല്ലാം ഇപ്പോൾ ഗ്യാസിൽ തന്നെ വെക്കുക എന്ന് പറയുമ്പോൾ അത്ര ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് വകതിരിവൊന്നും ശരിക്കും അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് വേകണ അരി തന്നെയാണ്. അപ്പോൾ ഇതാ ഗ്യാസിലിട്ടിട്ടുണ്ട്. കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് കുക്കറിൽ ചോറ് വെക്കുകയാണെങ്കിലും കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചിട്ട് വാർത്താൽ മതി എന്നൊക്കെ കേട്ടോ. എനിക്കെന്താ അതത്ര ശരിയായിട്ട് വരുന്നില്ല. ഞാനിതുപോലെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ തെളിക്കാൻ പോയിട്ടുണ്ട്. തെളിക്കൽ പറഞ്ഞ വെട്ടലല്ല കേട്ടോ. നമ്മളിങ്ങനെ റബ്ബറിൽ നിർത്തിയിട്ട് തുടങ്ങുമ്പോൾ ചില്ല് വെക്കണം. അതിനുള്ള ചില്ലടിക്കൽ, കാന കയറൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് നനച്ചിട്ട് പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴാണ് കുറച്ച് ക്യാരറ്റ് ഇവിടെ ഉള്ളത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുറ്റി പുട്ടൊക്കെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ 2 ക്യാരറ്റൊക്കെ എടുത്തിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ എല്ലാത്തിനും നന്ദിയുണ്ട്. എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടൊക്കെ ഞാൻ തിരിച്ചും വന്ന് കൂട്ടാകാം. അപ്പോൾ കുറേ ബെൻഡിങ് ആയിട്ടുണ്ട്. ഞാൻ കുറേ പേരുടെ വീഡിയോ കാണാനൊക്കെ ഞാൻ പറഞ്ഞില്ല, സമയമില്ലാത്തതും പിന്നെ വീട്ടിലായിരുന്നു, പിന്നെ നെറ്റ് പ്രോബ്ലം അതൊക്കെയായിരുന്നു കേട്ടോ.
പിന്നെ പഴയ പോലെയൊക്കെ ഒന്ന് തിരിച്ച് വരണം. വീഡിയോ ഒക്കെ ഇടാതായപ്പോൾ എന്തൊക്കെയോ മിസ് ചെയ്ത പോലെ തോന്നിയിട്ട് എനിക്ക് കുറേ വീഡിയോ ഇടാതിരുന്നപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഇടങ്ങേറൊക്കെ പോലെ തോന്നി. പിന്നെ അത് CD മുള്ളനാണ് കേട്ടോ, ആവോലി CD മുള്ള മീനാണ്. അപ്പോൾ അത് കുറച്ച് ഞാൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളുടെ കുറച്ച് മോളും അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മണ്ണൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് കേക്ക്, ഡയറി മിൽക്ക്, തക്കാളി, ചക്ക, മുന്തിരി, പിന്നെ പഴം, പല സാധനങ്ങൾ കേട്ടോ, ഓരോ ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ. അതിൽ എനിക്ക് പേരൊന്നും കിട്ടണില്ല. അതൊക്കെ അവർ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണക്കി കളർ കൊടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാനിതാ കുറച്ച് മീൻ കറിയും കൂടെ വെക്കുകയാണ്. അപ്പോൾ ആ CD മുള്ളൻ്റെ അത് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വറ്റിച്ച പോലെ അങ്ങനെ എടുത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മാങ്ങയൊക്കെ ഇട്ടിട്ട് ഞാനത് മുളക് കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ പൊരിക്കുകയും ചെയ്തു, ഒരു കുറച്ചെടുത്തിട്ട് മുളക് കറി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും അങ്ങനെ അത് കഴിക്കില്ല, മുളക് കറി വെച്ചാലൊന്നും. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ തുണി അലക്കാൻ വേണ്ടി പുറത്ത് ചാടി കേട്ടോ. അപ്പോൾ ഓരോരോ ക്വാർട്ടേഴ്സിൻ്റെ അവർക്കും അതിൻ്റെ നേരിട്ട് അടുക്കള ഭാഗത്ത് തന്നെ ഓരോ അലക്കുകല്ലും പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിന് എല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ വിശുദ്ധമായിട്ടൊരു ദിവസം വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൊട്ടടുത്തൊക്കെ ആൾക്കാരൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് വീഡിയോയിൽ ആരും ഉൾപ്പെടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആരും ഇല്ലാതെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ വിശുദ്ധമായിട്ട് ശരിക്കും ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടിടാം. പിന്നെ അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തുണി കഴുകാൻ ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇക്ക വന്നിട്ടില്ല, ഇക്ക കഴിച്ചിട്ട് പിന്നെയും പോവുക ചെയ്തത്. ഇക്ക പിന്നെ ഒരു 5 മണി 6 മണിക്കൊക്കെയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ നമ്മളുടെ എല്ലാ കുളിയും നിസ്കാരം അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ കുട്ടികളൊക്കെ കഴിച്ചു. പിന്നെ ആയാൻകുട്ടീനെയൊക്കെ ഒന്ന് ഉറക്കിയിട്ടാം. അപ്പോൾ ചൂടൊക്കെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഉച്ച സമയമാകുമ്പോൾ ഇത്തിരി നേരം കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇനിയിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കും കുറച്ച് റെസ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഞാനും ഇനി ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാനും കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ പണികളും ഒതുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീൻ മുളകിട്ടു, കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി, ക്യാരറ്റ് ഉപ്പേരി വെച്ചു, അതുപോലെ തന്നെ മീൻ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കോയമ്പത്തൂരൊക്കെ ഒന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫാനൊക്കെ മേടിക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പറ്റിയാൽ ഞാൻ ഇടാട്ടോ. അത് വീഡിയോ അവിടെ നിന്നൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫോണൊക്കെ ഒന്ന് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയി ആകെ തവിട് പൊടിയായിരുന്നു. പിന്നെ ഫോൺ മാറ്റാനും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാനൊക്കെ ഇത്രയും വൈകിയത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്തൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ. അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ അയാൻകുട്ടിനെ അവിടെ തന്നെ ഹാളിൽ തന്നെ പായൊക്കെ വിരിച്ച് അവനത് അങ്ങനെ കിടന്നുറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ വരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോ അപ്ലോഡിങ്ങിനൊക്കെ ഒരുപാട് സമയമാവുന്നുണ്ട് ഇവിടെ. പിന്നെയൊക്കെ 1.5 മാത്രമേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ ഒക്കെ ഇടാം. നമുക്ക് വലിയ ഗുണമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും നിങ്ങളെയൊക്കെ ഒരു മിസ് ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വിശേഷങ്ങളും വിവരങ്ങളും അറിയാതെ കുറേ കൂട്ടുകാരികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.